ഹലോ, നമസ്കാരം കൂട്ടുകാരെ. GK PYQൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. നോക്കാം അനുബന്ധ വിവരങ്ങൾ. ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗമെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗമെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. കടൽ മാർഗമെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. എത്തിയത് 1498 മെയ് 20. 1498 മെയ് 20. കൊല്ലവർഷം 673 ഇടവം 9. കൊല്ലവർഷം 673 ഇടവം 9. ഓർത്തിരിക്കുക ഈ വർഷങ്ങൾ. അടുത്തത് കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോഡ ഗാമ എത്തിയ കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. എന്താണ്? സെൻറ്റ് ഗബ്രിയേൽ. ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ പോർച്ചുഗീസ് രാജാവാണ് ജോർജ് മാനുവൽ. ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു? ജോർജ് മാനുവൽ. വാസ്കോഡ ഗാമ ആദ്യ യാത്ര തിരിച്ചത് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ്. വാസ്കോഡ ഗാമ ആദ്യ യാത്ര തിരിച്ചത് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവാണ് സാമൂതിരി. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് സാമൂതിരിയാണ്. വാസ്കോഡ ഗാമ തിരികെ പോയത്, അതായത് ഇന്ത്യയിലെത്തിയതിനു ശേഷം തിരികെ പോയത് 1499 വാസ്കോഡ ഗാമ രണ്ടാമതായി കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിൽ വന്നത് 1502. രണ്ടാമത് വന്നത് 502. രണ്ടാമത് വന്നത് 502 എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് രണ്ടാമതായി എത്തിയത് 1502. വാസ്കോഡ ഗാമ മൂന്നാമതായി കേരളം സന്ദർശിച്ചത് 1524. വാസ്കോഡ ഗാമ മൂന്നാമതായി കേരളം സന്ദർശിച്ചത് 1524. വൈസ്രോയിയായി എത്തിയതും എന്ന് തന്നെയാണ് 1524 തന്നെയാണെന്നുകൂടെ ഓർത്തിരിക്കുക. വാസ്കോഡ ഗാമ അന്തരിച്ചത് എന്നാണ്? വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. ഓർത്തിരിക്കുക, വർഷങ്ങൾ ഓർത്തിരിക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും 1502. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. എന്തുകൊണ്ടാണ് ആദ്യം എന്ന് പറയുന്നത്? അതിനുശേഷം അവർ ഭൗതിക ശരീരം എങ്ങോട്ട് കൊണ്ടുപോയി? ലിസ്ബണിലോട്ട് കൊണ്ടുപോയി അവിടെ ജെറോനിമസ് കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. നോക്കാം. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം കാണപ്പെടുന്നത് ജെറോനിമസ് കത്തീഡ്രലിലാണ്, ജെറോനിമസ് പള്ളി. ഇപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം കാണപ്പെടുന്ന എവിടെയാണ്? ജെറോനിമസ് പള്ളി, അല്ലേ? എവിടെയാണ്? ലിസ്ബണിലാണ് കേട്ടോ. ഓക്കെ. അടുത്ത പോയിന്റ്, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിരുന്ന പോർച്ചുഗീസുകാരനാണ് പെട്രോ അൽവാരീസ് കബ്രാൾ. എങ്ങനെയാ ഓർത്തിരിക്കുക? ജസ്റ്റ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. വാരി അൽവാരി എന്നുള്ളത് എന്തായി സങ്കല്പിക്കാം? വരി എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എന്താണ് വരി? നിൽക്കുമ്പോൾ എങ്ങനെയാണ്? പുറകിലാണ് നിൽക്കുക, അല്ലേ? അപ്പോൾ
വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി വന്നത് ആരാണ്? പെട്രോ അൽവാരിസ് കബ്രാളാണ്. ഏതാണ് വർഷം? AD 1500. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിരുന്ന പോർച്ചുഗീസുകാരനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. AD 1500. മറക്കില്ലല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നോക്കൂ, പോർച്ചുഗീസ് ഗവർണറാണേ. നേരത്തെ നമ്മുടെ വാസ്കോഡ ഗാമ വന്നു. എങ്ങനെയാണ് വന്നത്? വൈസ്രോയി ആയിട്ടാണ് വന്നത്. എന്താണ്? വൈസ്രോയി ആയിട്ടാണ് വന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ സ്റ്റേജ്, മേട എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? കണക്ട് ചെയ്ത് പറയുമ്പോൾ എന്താ പറയുക? സ്റ്റേജ്, മേട. ഓക്കെ, മേടയിലോട്ട് വന്നത്, അതായത് മുൻനിരയിലേക്ക് അല്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ എല്ലാവരെയും അഭിമുഖീകരിച്ച് ഒരു സ്റ്റേജിലോ അല്ലെ ഒരു മേടയിൽ നിന്ന് പറയണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. എന്തുകൊണ്ടാണ് സ്റ്റേജ്, മേട എന്നൊക്കെ പറഞ്ഞത്? നോക്കാം കേട്ടോ. അടുത്ത കുറച്ച് പോയിന്റ്സ്. ബ്ലൂ വാട്ടർ പോളിസി ഇന്ത്യയിലെ ഏത് പോർച്ചുഗീസ് ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി, അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി ഇന്ത്യയിലെ ഏത് പോർച്ചുഗീസ് ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽമേഡ. നോക്കൂ, നമ്മൾ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കും അല്ലേ? ഇതാണ് വാട്ടർ, വെള്ളം അല്ലേ? അതിൻ്റെ കുപ്പിയൊക്കെ എന്തായിരിക്കും? നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു ബ്ലൂ കളർ കവറായിരിക്കും അല്ലേ അതിനകത്ത്? ആ ബോട്ടിലിൽ ബ്ലൂ കളർ എന്തായിരിക്കും? പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്? ബ്ലൂ വാട്ടർ. ആ കുപ്പിയിൽ എന്താണ്? വെള്ളമാണ്. അപ്പോൾ ആ സ്റ്റേജിൽ ആരിയ്ക്കുന്നുണ്ട്? നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ എന്തുണ്ട്? ഒരു ഡെസ്കിന് പുറത്ത് എന്തുണ്ട്? ബ്ലൂ വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്ത് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ മറക്കൂല. ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി അൽമേഡയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിട്ടിയല്ലോ. അടുത്തത്, ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. നോക്കൂ, ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് ഗവർണറാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ആര്? അൽബുക്കർക്ക്. ഈ അൽബുക്കർക്ക് എന്താ ചെയ്തത്? ഗോവ പിടിച്ചടക്കി. ആരിൽ നിന്ന്? ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കി. ഏതാ വർഷം? 1510. പോർച്ചുഗീസുകാർ പണിത ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. പോർച്ചുഗീസുകാർ പണിത ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. എവിടെയാണ്? കൊച്ചിയിലാണ് മാനുവൽ കോട്ടയുള്ളത്. 1503 ഈ കോട്ട പണി കഴിപ്പിച്ചത്. അപ്പോൾ മാനുവൽ കോട്ട, എന്തുകൊണ്ടാണ് മാനുവൽ കോട്ട എന്ന് പേര് കൊടുത്തത്? അവരുടെ നമ്മുടെ പോർച്ചുഗീസ് രാജാവായിരുന്നു ജോർജ് മാനുവൽ അല്ലേ? വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു എന്നാണ് പറഞ്ഞേ? ജോർജ് മാനുവൽ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പോർച്ചുഗീസുകാർ പണിത ആ കോട്ടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകി. എന്താണ് പേര് നൽകിയത്? മാനുവൽ കോട്ട. എവിടെയാണ്? കൊച്ചിയിലാണ്. ഏതാണ് വർഷം? 1503. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ച പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും മാറില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി വീണ്ടും നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. നോക്കാം, ചോദ്യം എന്തായിരുന്നു? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞു. കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. വർഷം 1498 മെയ് 20. കൊല്ലവർഷം 673 ഇടവം 9. കപ്പലിൻ്റെ പേര്, വാസ്കോഡ ഗാമ എത്തിയ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ. എന്താണ്? സെൻറ്റ് ഗബ്രിയേൽ. ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ
പോർച്ചുഗീസ് രാജാവായിരുന്നു ജോർജ് മാനുവൽ. പോർച്ചുഗീസ് രാജാവ് ജോർജ് മാനുവൽ. വാസ്കോഡ ഗാമ ആദ്യ യാത്ര തിരിച്ചത് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് സാമൂതിരിയാണ്. ആരാണ്? കോഴിക്കോട് സാമൂതിരി. വാസ്കോഡ ഗാമ തിരികെ പോയത് 1499 വാസ്കോഡ ഗാമ രണ്ടാമത് കോഴിക്കോട് എത്തിയത് 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളം സന്ദർശിച്ചത് 1502 വാസ്കോഡ ഗാമ മൂന്നാമതായി കേരളം സന്ദർശിച്ചത് 1524 വാസ്കോഡ ഗാമ വൈസ്രോയിയായി കേരളം സന്ദർശിച്ചത് 1524 വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം കാണപ്പെടുന്നത് ജെറോനിമസ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം കാണുന്നത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിരുന്ന പോർച്ചുഗീസുകാരൻ, പിന്നിൽ നിന്ന് ആള് ആരാണ്? വരി നിന്ന ആള് ആരാണ്? പെട്രോ അൽവാരിസ് കബ്രാൾ. ആരാണ്? പെട്രോ അൽവാരിസ് കബ്രാൾ. ഏതാണ് വർഷം? AD 1500. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ആരാണ്? മേടയിലിരുന്ന ആള് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. മേടയിൽ എന്തുണ്ട്? ബ്ലൂ വാട്ടർ ഉണ്ട്. ബ്ലൂ വാട്ടർ പോളിസി ഇന്ത്യയിലെ ഏത് പോർച്ചുഗീസ് ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി ഇന്ത്യയിലെ ഏത് പോർച്ചുഗീസ് ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽമേഡ. ഒരിക്കലും മറക്കില്ലല്ലോ. നോക്കാം അടുത്തത്. ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. ഇത് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ്? നമ്മൾ പഠിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യുക? ബുക്ക് അങ്ങ് പിടിച്ച് വാങ്ങും അല്ലേ? അങ്ങനെ ബുക്ക് പിടിച്ച് വാങ്ങും എന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാം. ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. 1510 അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പോർച്ചുഗീസുകാർ പണിത ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. എന്തുകൊണ്ടാണ് മാനുവൽ കോട്ട എന്ന് അതിന് പേര് ലഭിച്ചത്? ജോർജ് മാനുവൽ ആണ് പോർച്ചുഗീസുകാരുടെ രാജാവ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പോർച്ചുഗീസുകാർ പണിത കോട്ടയ്ക്ക് മാനുവൽ കോട്ട എന്ന പേര് നൽകിയത്. എവിടെയാണ് മാനുവൽ കോട്ട? കൊച്ചിയിലാണ്. ഏതാണ് വർഷം? 1503. അപ്പോൾ 1503 കൊച്ചിയിൽ മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ ഇത്തരം പോയിൻറ്റ്സ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തന്നെ കരുതുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്